ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, മിക്സി യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കേക്കാണ്. അപ്പം നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നമ്മൾ മിക്സി ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണെന്നേ പറയൂല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിന് ഇതൊരു പാന് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇത് 1/2 കപ്പ് കറുത്ത മുന്തിരിയില്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കുക, പതപ്പിച്ചെടുക്കുക. നല്ലോണം തന്നെ ഈ ഒരു കറുത്ത മുന്തിരി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുന്തിരിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പോളം ഈന്തപ്പഴമില്ലേ അതെടുക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇത് ഈന്തപ്പഴം ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം പതപ്പിച്ചെടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിക്കൊള്ളും. അപ്പോൾ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈന്തപ്പഴം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആ ഒരു ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇല്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുക. അത് 1/2 ടീസ്പൂൺ പ്ലസ് 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ചൂടോട് കൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് തണിയാൻ അനുവദിക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് കണ്ടോ, നല്ല പത വരുന്നത് കണ്ടോ, ഇതേപോലെ പത വരും. അപ്പം ഇത് നമ്മളൊരു കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അത് അത്യാവശ്യം വലിയ സൈസ് മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഒരു മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഓയിലാണ്. ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/4 കപ്പോളം തന്നെ പാല് കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നന്നായിട്ടിത് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാറ്ററാണിത്. അത്യാവശ്യം നല്ലോണം തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ആക്കാനുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് സേവ് ചെയ്തിട്ട് എടുക്കാം. ഇനി അത് സാവധാനം ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അത് അധിക ടൈം ഇതേപോലെ ഇട്ട് ഇളക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അധികം ടൈം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കുറച്ച് ഹാർഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം തന്നെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കറുത്ത മുന്തിരിയും ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് തണിഞ്ഞ് നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് സാവധാനം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അപ്പോൾ ഇത് ഇതേപോലെ ഒരു സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. ഓവനിലോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സോസ് പാനിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഇതേപോലൊരു സോസ് പാൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. എന്നിട്ട് ഫ്ലെയിം സിമ്മാക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗീയോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക.
ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ എന്തെങ്കിലും പഴയ അടപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പാനോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ ഇതിന് ഏകദേശം ഇതൊരു 30-35 മിനിറ്റോളം എടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് ആയി കഴിഞ്ഞാലൊന്ന് ഓപ്പൺ ആക്കി നോക്കുക, അത് വെന്തിക്കൊന്നൊക്കെ നോക്കുക. അപ്പോൾ ഇതൊരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല എങ്കിൽ ഈ ഒരു കേക്ക് വെന്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാ 35 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ട് നല്ല സോഫ്റ്റ് കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വേറെ ടോപ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഇതിൻ്റെ മുകളിൽ ഒരു ടോപ്പിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അധികം മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുക, അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോകണ്ട. ഇതിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പില്ല, അതിൽ കുറച്ച് കുറവുണ്ട് പഞ്ചസാര ഒരു പാനിലിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതേപോലെ കടല അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ ഒരു ഒട്ടുന്ന ഒരു പരുവത്തിലെത്തുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ കേക്കിൻ്റെ മേലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോവാത്ത രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു കൺസിസ്റ്റൻസി എത്തുമ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ഒരു ചൂടോട് കൂടെ തന്നെ ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കണം. ചൂട് പോകാനൊന്നും നിൽക്കണ്ട, കാരണം ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി പിടിച്ച് പോകും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്കൊന്ന് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മറ്റൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിക്കൊള്ളും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ പണികളൊന്നുമില്ല. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു കേക്ക്. ഈന്തപ്പഴവും കറുത്ത മുന്തിരിയും ഒക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേകതയൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുകളിലുള്ള ഈ ടോപ്പിങ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അധികം മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർ ഒരു ടോപ്പിങ് ആക്കണ്ട. അപ്പം ഇത്രയും മതിയാവും. അപ്പം അത് കേക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്രയും തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല ഇതുപോലുള്ള പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.